മാസം അതായത് സെപ്റ്റംബർ മാസം നമ്മുടെ അധ്യയന ദിവസങ്ങൾ എന്ന് പറയുന്നത് 17 ദിവസങ്ങളേ ഉള്ളൂ. നിങ്ങളെല്ലാം ആലോചിച്ച് നോക്കിക്കേ, സെപ്റ്റംബർ മാസം 30 ദിവസങ്ങൾ ഉണ്ടല്ലേ. എന്നാൽ ഈ 30 ദിവസങ്ങളിൽ 17 ദിവസം മാത്രമേ നമുക്ക് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയണ്ടേ? ആദ്യത്തെ 1 വീക്കോളം നമുക്ക് ഓണം വെക്കേഷൻ ആയിട്ട് പോയല്ലേ. 8-ാം തീയതി അല്ലേ സ്കൂൾ തുറന്നത്. ഇനി ഞായറാഴ്ചകൾ എടുത്ത് നോക്കുകയാണെങ്കിലോ 4 ഞായറാഴ്ചകൾ അങ്ങനെ പോയി. ഇനി സെക്കൻഡ് സാറ്റർഡേസ് 2 എണ്ണം പോയി. ഇനി നമുക്ക് സ്പെഷ്യൽ ക്ലാസ് വെക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ മുന്നിലുള്ളത് ഒരേ ഒരു ശനിയാഴ്ചയാണ്. അത് ഇതുവരെ ഒട്ടും പറഞ്ഞിട്ടുമില്ല. ഇതിന്റെ ഇടയിലാണെങ്കിലോ കേരള സ്കൂൾ കലോത്സവം വരുന്നുണ്ട്, ശാസ്ത്രോത്സവം വരുന്നുണ്ട്, സെമിനാർസ് വരുന്നുണ്ട്, പിന്നെ വിദ്യാരംഗത്തിന്റെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇനി ടാലന്റ് സെർച്ച് നിങ്ങൾക്ക് അറിയാം, സയൻസ് ടാലന്റ് സെർച്ച്, മാത്സ് ടാലന്റ് സെർച്ച്, സോഷ്യൽ സയൻസ് ടാലന്റ് സെർച്ച്, ഒരുപാട് ആക്ടിവിറ്റീസ് ആണ് ഈ മാസം നിങ്ങളുടെ മുന്നിലുള്ളത്. നിങ്ങൾ ഭയങ്കര ബിസി ആയിരിക്കും. അങ്ങനെയാവുമ്പോൾ ഈ മാസം തന്നെ നമുക്ക് എത്ര ക്ലാസ്സസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോടാ? ഈ ആക്ടിവിറ്റീസിലെല്ലാം നിങ്ങൾ പങ്കെടുക്കരുതെന്നല്ല, കാരണം നമ്മുടെ മുന്നിൽ ലൈഫ് ഒന്നേ ഉള്ളൂ. അത് മാക്സിമം എൻജോയ് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യണം. എന്നാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്തും ചെയ്യണം, നമ്മുടെ പഠനത്തിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് ഓണം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണയായിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ എങ്ങനെയാണെന്നല്ലേ. ഒരുപാട് പേർക്ക് അത് ഒരുപാട് രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇഫക്ട് ചെയ്തിട്ടുണ്ട്. വിചാരിച്ച പോലെ എഴുതാൻ സാധിച്ചിട്ടില്ല. ഇനി നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം ആണ്. ഡിസംബർ 2nd വീക്ക് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ക്രിസ്മസ് എക്സാമും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. 11 നമുക്ക് ഏകദേശം ഒരു ഡേറ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാസം കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ളത് 2 മാസം. ഈ 2 മാസം കൊണ്ട് കംപ്ലീറ്റ് ക്രിസ്മസ് എക്സാം പോർഷൻസ് പഠിച്ചു തീർക്കാൻ പറ്റുമോ? ഇല്ലാന്ന് നിങ്ങൾക്ക് അറിയാലോ. ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മുന്നിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ടിന് റേസ് എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ ഹോൾ ടീം നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അതിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട. നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട്, എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതേപോലെ തന്നെ നിങ്ങളെ പഠിക്കാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കോണ്ടന്റ് വീഡിയോസ് ആയിട്ടും ലൈവ് ക്ലാസ്സുകളായിട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കൂ. നിങ്ങൾക്ക് 100% യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള 3 മാസങ്ങൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബിസി ആയിരിക്കും. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. എന്നാൽ പഠനത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ വേണം. നന്നായിട്ട് പഠിക്കണം. ക്രിസ്മസ് എക്സാം അടിച്ചു പൊളിച്ച് നമുക്ക് എഴുതാനുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.